നമ്മുടെ അടുത്ത സോളാറിൻ്റെ പണിയാണ്. ഇത് കുറച്ച് റിസ്ക് കൂടുതലാണ്. കാരണം രണ്ടാമത്തെ നിലയുടെ മുകളിലുള്ള റൂഫിൻ്റെ മുകളിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത് ഈ റൂഫ് വന്നിട്ട് കുറച്ച് പഴയ റൂഫായതുകൊണ്ടും മൊത്തം നെട്ടും ബോൾട്ട് ആയതുകൊണ്ട് ഒരുപാട് ഷെയ്ക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് താഴ്ന്ന് തന്നെ ഡ്രില്ലടിച്ച് പോസ്റ്റ് കൊടുത്തിട്ട് ഷീറ്റിൻ്റെ മുകളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഷീറ്റ് ഹോൾ ചെയ്തിട്ട് ലീക്കില്ലാത്ത രീതിയിൽ സിലിക്കോണൊക്കെ അടിച്ച് പേസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചറിൻ്റെ പണിയും കഴിഞ്ഞ് നമ്മൾ പാനലെല്ലാം കയറ്റി വെച്ചതാണ്. ഇതിൽ ബൈഫേഷ്യലാണ് പാനലും കയറ്റാൻ ഭയങ്കര റിസ്ക് തന്നെയായിരുന്നു. എല്ലാം കയറ്റി സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ എർത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഇലക്ട്രീഷ്യൻ്റെ പണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കി നമ്മളെല്ലാ കാര്യങ്ങളും അതിലേക്ക് നടന്ന് കയറാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങൾ, ഹാൻഡ് റെയിൽ, പിന്നെ ഷീറ്റിൻ്റെ അവിടെ സ്ലൈഡിങ്ങിൻ്റെ ഷീറ്റിനെ ഡോർ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ട് അടിയിൽ ഇതാണ് നമ്മൾ കാല് കൊടുത്തിട്ടുള്ളത്. ലീക്ക് വരാതിരിക്കാനും പിന്നെ ബോൾട്ടിങ് ഒക്കെ ചെയ്ത് കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പാനലെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് ഇതൊരു നമ്മൾ ക്ലാമ്പ് വെച്ചിട്ട് ബോൾട്ടിങ് ചെയ്തിട്ടാണ് പാനൽ ഫിക്സ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അതിൽ സീരിയൽ നമ്പർ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. കാരണം ഈ സീരിയൽ നമ്പർ കൊടുത്ത് നമ്മൾ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം, KCBയിലെല്ലാം കൊടുത്തിട്ട് വേണം ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതാണ് നമ്മുടെ ഉസ്താദ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചതാണ്. മുകളിൽ നടക്കാനുള്ള ഹാൻഡ് റെയിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കക്കാരനായതുകൊണ്ട് കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. നമ്മുടെ ആശാൻ.